ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളാകുന്ന വോട്ടർമാർക്ക് സന്തോഷ വാർത്തയുമായി സപ്ലൈകോ. വോട്ട് രേഖപ്പെടുത്തുന്നവർക്കായി വോട്ട് ചെയ്യൂ പുട്ടടിക്കൂ എന്ന പേരിൽ വേറിട്ട ക്യാമ്പയിനുമായി എത്തിയിരിക്കുകയാണ് സപ്ലൈകോയും ജില്ലാ ഭരണകൂടവും. ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. വോട്ട് ചെയ്തതിന്റെ തെളിവായി വിരലിലെ മഷിയടയാളം കാണിച്ച് ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. സപ്ലൈകോയിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡിയില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കാണ് 1 രൂപയ്ക്ക് 1 കിലോ പുട്ടുപൊടി ലഭിക്കുക. തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ജില്ലാ ഭരണകൂടം, സ്വീപ്പ്, സപ്ലൈകോ എന്നിവ സംയുക്തമായി വോട്ട് ചെയ്യൂ പുട്ടടിക്കൂ എന്ന ടാഗ് ലൈനോടെ ക്യാമ്പയിൻ അവതരിപ്പിക്കുന്നത്. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞു. സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ വടക്കന്തറയിലാണ് രമേശ് പിഷാരടിയെ തടഞ്ഞത്. BJP കൗൺസിലർ സിന്ധുരാജന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിയെ തടഞ്ഞുവെച്ചത്. പാലക്കാട് ടൗൺ സൗത്തിലായിരുന്നു ഇന്ന് രമേശ് പിഷാരടിയുടെ പര്യടനം. BJPയുടെ ശക്തി മേഖലകൾ ഉൾപ്പെടുന്നതാണ് ഈ മേഖലകൾ. എതിർ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സോ പോസ്റ്ററോ പോലും അനുവദിക്കാത്ത സ്ഥലങ്ങളാണ് മൂത്താന്തറ, വടക്കന്തറ പോലുള്ള സ്ഥലങ്ങൾ. 2016 ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോഴും സമാന സംഭവം നടന്നിരുന്നു. സ്ത്രീകളായ പ്രവർത്തകരാണ് രമേശ് പിഷാരടിയെ തടഞ്ഞത്. വോട്ട് ചോദിക്കാൻ അനുവദിക്കാത്തതിൽ UDF പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി. മുൻകൂർ ജാമ്യം തേടി കോൺഗ്രസ് പുറത്താക്കിയ കൗൺസിലർ പ്രക്ഷോഭ് കോടതിയിൽ. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയിലാണ് പ്രക്ഷോഭ് ജാമ്യാപേക്ഷ നൽകിയത്. പാലക്കാട്ടെ അഭിഭാഷകൻ മുഖേനയാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. താൻ നിരപരാധിയാണെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രക്ഷോഭ് പറയുന്നത്. തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസാണെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും പറയുന്നു. ജാമ്യാപേക്ഷ ഈ മാസം 4 കോടതി പരിഗണിച്ചേക്കും. കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടം. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന KV ഹൈമാവതിയാണ് മരിച്ചത്. വിളയാങ്കോട് ചിറ്റന്നൂരിലെ PV വേണുഗോപാലിന്റെ ഭാര്യയായ ഹൈമാവതി പരിയാരം അലൈക്യംപാലം ഉർസുലൈൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. മകനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം ഉണ്ടായത്. അപകടത്തിൽ PV നാരായണനും പരിക്കേറ്റിരുന്നു. അമ്മയെ സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടി സ്കൂട്ടറിൽ വരുന്നതിനിടെ വിളയങ്കോടിന് സമീപം വെച്ച് ലോറി ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹൈമാവതി ടീച്ചറെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു അന്ത്യം. പുതുക്കാട് പാലിയേക്കര മടവാക്കരയിൽ കൊച്ചി സേലം പൈപ്പ് ലൈനിൽ പാചകവാതക ചോർച്ച പരിഹരിക്കാനായില്ല. ദേശീയപാതയിലെ സമീപ പ്രദേശങ്ങളിലും വാതകത്തിന്റെ ഗന്ധം പരന്ന നിലയിലാണ്. സമീപത്തെ 3 കുടുംബങ്ങളെ ആമ്പല്ലൂരിലെ ഹോട്ടലിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ഇവരെ KSPPL കമ്പനിയുടെ ചെലവിലാണ് മാറ്റിയത്. നേരത്തെ മാറി താമസിച്ചിരുന്നവർക്കുള്ള നഷ്ടപരിഹാരവും കമ്പനി നൽകി തുടങ്ങി. പാചകവാതക പൈപ്പിലെ ചോർച്ച കണ്ടെത്തുന്നതിന് 9 മീറ്റർ താഴ്ചയിൽ മണ്ണുമാറ്റുന്ന ജോലികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. നീർത്തറ പ്രദേശത്ത് കുഴിക്കുമ്പോൾ വെള്ളം നിറയുന്നതാണ് പണികൾക്ക് തടസ്സമാകുന്നത്. കുഴിക്കുന്ന ഭാഗത്തെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.